ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം BSc. ഞാൻ സൂരജ് കോടിയേരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഡാക്കിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി അഥവാ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക്. ഈ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്ന് പറയുന്നത് ലേ ആണ്. ഒരു ചെറിയൊരു ടൗൺ ആണ് ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ലേയിൽ നമുക്ക് വേറെ എവിടെയും ഇന്ത്യയിൽ വേറെ എവിടെയും കാണാത്ത ഒരു നദി നമുക്ക് ലഡാക്കിലൂടെ ഒഴുകുന്നുണ്ട്. അത് ലേ എന്ന നഗരത്തെ ചുറ്റിക്കൊണ്ടാണ് ഒഴുകുന്നത്. അതാണ് സിന്ധു നദി. അപ്പോൾ സിന്ധു നദി പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണുന്ന ഒരേ ഒരു പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, സിന്ധു ഉത്ഭവിക്കുന്നത് ചൈനയിലും അതുപോലെ പോയി കൂടുതൽ ദൂരം ഒഴുകുന്നത് പാകിസ്ഥാനിലുമാണ്. പാകിസ്ഥാൻ്റെ ജീവരേഖ, ദേശീയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സിന്ധു അഥവാ ഇൻഡസ് നദിയാണ്. ഇനി ലഡാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലഡാക്ക് എന്നത് ഒരു ശീത മരുഭൂമിയാണ്. എന്താണ് ഒരു മരുഭൂമി? മരുഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിവർഷം 25 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമി എന്ന് പറയുന്നത്. ഈ ലഡാക്ക് എന്ന് പറയുന്നത് മരുഭൂമിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലഡാക്കിലെ മഴ എന്ന് പറയുന്നത് പ്രതിവർഷം 10 സെന്റിമീറ്ററിലെ ഏകദേശം ഏവറേജ് ഒരു 10 സെന്റിമീറ്റർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഡാക്ക് ഈ ഒരു ഡെസേർട്ട് എന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ്. കാരണം നമുക്കറിയാം, ഉയരം കൂടുമ്പോൾ താപനില കുറഞ്ഞു വരും. ലഡാക്ക് നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും ലഡാക്കിലെ താപനില കുറവാണ്. അതുകൊണ്ട് ഇതൊരു ശീത മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു കോൾഡ് ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള സ്കൈ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ മരുഭൂമികളിലാണ്. ലഡാക്കിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയുള്ള സ്കൈ അല്ലെങ്കിൽ ആകാശം കാണണമെങ്കിൽ വാന നിരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ലഡാക്കിൽ പോകണം. അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചതും നമ്മുടെ ലഡാക്കിലെ ഒരു സ്ഥലത്തിനെയാണ്. ഹാൻലെ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്നത് ഹാൻലെ ആണ്, ലഡാക്കിലുള്ള ഒരു സ്ഥലമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നമുക്ക് ആകാശം കാണാൻ പറ്റുന്നത്? മരുഭൂമിയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലത്തിൻ്റെ അംശം, അതായത് നീരാവി അല്ലെങ്കിൽ ജലാംശം അന്തരീക്ഷത്തിൽ വളരെ കുറവായിരിക്കും. മേഘങ്ങളോ ഫോഗോ മിസ്റ്റോ ഒന്നും തന്നെ കാര്യമായിട്ട് ഇവിടെ കാണില്ല. അപ്പോൾ നല്ല വ്യക്തമായിട്ട് നമുക്ക് ആകാശം കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ലഡാക്ക് എന്ന പർവ്വതനിരയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയിൽ 3 പർവ്വതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതിൽ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, എന്ന് വെച്ചാൽ കാരക്കോറത്തിനും സസ്കറിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ലഡാക്ക് എന്ന പർവ്വതനിര എന്ന് പറയുന്നത്. ഈ ലഡാക്ക് പർവ്വതനിരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ബേസിക്കലി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചുരങ്ങൾ, അതായത് വാഹന ഗതാഗതമുള്ള മോട്ടറബിൾ പാസസ് ഉള്ളത് ലഡാക്കിൽ ഈ പർവ്വതനിരകളിലാണ്. അതിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഹന ഗതാഗതമുള്ള ചുരം എന്ന് പറയുന്നത് ഉംലിംഗ്ലയാണ്. ഉംലിംഗ്ലിയും സെക്കൻഡ് പൊസിഷനിലായിട്ട് വരുന്നത് കർദുംഗ്ലിയും. ഈ 2 ചുരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അതുകൊണ്ടാണ് പൊതുവെ ലഡാക്കിനെ ചുരങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചുരങ്ങളൊക്കെ ഇവിടെയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇനി നിങ്ങൾ ലഡാക്ക് എന്ന പീഠഭൂമിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവും. ഈ പർവ്വതനിരകളുടെ പല ഭാഗങ്ങളിലുമായിട്ട് നല്ല ഉയർന്ന നിരപ്പായ സ്ഥലങ്ങളുണ്ട്. ഉയർന്ന നിരപ്പായ സ്ഥലത്തെയാണ് നമ്മൾ പ്ലേറ്റ്യൂ അഥവാ പീഠഭൂമി എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ലഡാക്ക് എന്നത് നല്ല ഉയരമുള്ള നിരപ്പായ പല പ്രദേശങ്ങളും ഈ പർവ്വതനിരകളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് പറയുന്നതും ലഡാക്ക് തന്നെയാണ്. ഇനി ഈ പീഠഭൂമി എന്ന് പറയുന്നത് തൊട്ടടുത്ത് ചൈന എന്ന രാജ്യമുണ്ട്. ചൈനയുടെ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ളത്. ഈ ടിബറ്റിൻ്റെ ഒരു തുടർച്ച പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലഡാക്കിനെ മിനി ടിബറ്റ്, ലിറ്റിൽ ടിബറ്റ് അല്ലെങ്കിൽ ചോട്ടാ ടിബറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ചൈനയിലെ ടിബറ്റിലെ അതേ തരത്തിലുള്ള ആ പീഠഭൂമിയുടെ അതേ തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ലഡാക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇനി പീഠഭൂമിയല്ലേ, നിരപ്പായ ഉയർന്ന പ്രദേശമാണല്ലോ. നിരപ്പായ പ്രദേശത്ത് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? എയർപോർട്ട് അഥവാ വിമാനത്താവളം, റൺവേസ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ലഡാക്കിലെ ലേയിലാണ്. ലേ എയർപോർട്ട് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. പക്ഷെ ഇതിന് ശരിയായ ഒരു പേരുണ്ട്, കുഷോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചോട്ട ടിബറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ടിബറ്റൻ സന്യാസികൾ ഒരുപാട് വസിക്കുന്ന സ്ഥലമാണിത്. ചൈനയിൽ നിന്നും കുടിയേറി ഇന്ത്യയിലേക്ക് വന്ന ഒരുപാട് സന്യാസികളെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സന്യാസിയുടെ പേരിലാണ്, ഒരു റിംപോച്ചിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളമാണ് കുഷോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ശീത മരുഭൂമിയാണല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കാര്യമായിട്ട് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ സസ്യങ്ങളും ജന്തുക്കളൊന്നും ഇല്ലയെന്ന്.
ഒരുപാട് സസ്യ ജന്തുജാലങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിലും ഒരുപാട് ജീവിവർഗ്ഗങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ആ ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. ഈ ഹെമിസ് ദേശീയോദ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിവർഗം അല്ലെങ്കിൽ കീസ്റ്റോൺ സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമപ്പുലി അഥവാ സ്നോ ലെപ്പാർഡാണ്. സ്നോ ലെപ്പാർഡ് അല്ലെങ്കിൽ ഹിമപ്പുലി, മഞ്ഞുപുലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ജീവി പൊതുവെ ഒരു 2000 മീറ്ററിന് മുകളിൽ ജീവിക്കുന്ന ജീവിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലഡാക്കിൽ ഇതിന് ഒരുപാട് എണ്ണത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹെമിസിലെ പ്രധാന ജീവിയെ നമ്മൾ പഠിച്ചു, ഹിമപ്പുലി അഥവാ സ്നോ ലെപ്പേർഡാണ്. ഇനി നിങ്ങളോടായിട്ട് ഒരു ചോദ്യം, അതായത് ലഡാക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം അഥവാ ഗേറ്റ് വേ ടു ലഡാക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ പറയാം. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള മനുഷ്യവാസമുള്ള സ്ഥലമാണിത്. ഇതിനെയാണ് ലഡാക്കിന്റെ പ്രവേശന കവാടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.